ഓരോ തുണിക്കും ഓരോ കഥ പറയാനുണ്ട്. ഈ കഥ പറയുന്നത് ഒരു വെള്ളത്തുണിയാണ്. ഈ വെള്ളത്തുണി എങ്ങനെയാണ് ഉണ്ടായത്, ഈ തുണി എങ്ങനെയാണ് പ്രിന്റഡ് ആകുന്നത്, ഈ തുണി എങ്ങനെയാണ് അത് മാർക്കറ്റിൽ വരുന്നത്, ഇതുപോലെ ഓരോ കഥകൾ നിങ്ങൾ ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്നു, കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വരൂ, നിങ്ങളെ ഞാൻ ആ മായാ ലോകത്തിലേക്ക് കൊണ്ടുപോകാം. സോ കഥയുടെ അടുത്ത ഭാഗം ഇതാണ്. ആ സാരിയുടെ കഥ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആ പറഞ്ഞ കഥയുടെ അടുത്ത ഭാഗമാണ് ഈ കാണുന്നത്. ആ സാരി നമ്മൾക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഡിസൈൻ കൊടുക്കുന്ന ഓരോരോ കലാകാരന്മാരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. പുതിയ പുതിയ ഡിസൈൻസ്, അവരുടെ ബുദ്ധിക്കുള്ളിൽ എന്തൊക്കെ ക്രിയേഷനാണ് നടക്കുന്നത്, ആ ക്രിയേറ്റിവിറ്റിയിൽ ഉപയോഗിക്കുന്ന ഓരോരോ പുതിയ ഡിസൈൻസ് അവർ വരച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വീണ്ടും ആ സാരിയിലേക്ക് ഉത്ഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ സാരി പ്രിൻറ്റിലേക്ക് പോകുന്നത്. സോ ഇതിൻ്റെ കഥ അടുത്ത ഭാഗം നമുക്ക് കാണാം അടുത്ത ഭാഗത്തിൽ. സോ കഥയുടെ 4ാം ഭാഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ വേറെ എങ്ങും അല്ല. ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ കഥയിലെ സാരിയുടെ പ്രിന്റ് ആദ്യം ചെയ്യുന്നത് പേപ്പറിലാണ്. ഇതുപോലെ പേപ്പറിലാണ് ചെയ്യുന്നത്. ഈ പേപ്പറിൽ ചെയ്യുന്ന പ്രിന്റാണ് പിന്നെ സാരിയിലോട്ടാകുന്നത്. അതിനു മുമ്പ് ആദ്യം സാരിയിൽ ഈ പേപ്പർ അറ്റാച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് മെഷീനിൽ അറ്റാച്ച് ചെയ്തിട്ട് പ്രിന്റ് ആകുന്നത്. സോ അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥയുടെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത ഭാഗത്തിൽ കാണുന്നതായിരിക്കും. നമ്മുടെ സാരിയുടെ കഥ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇതാ ആ പ്രിന്റ് ചെയ്ത ഓരോ ഡിസൈനും ഇതുപോലെയുള്ള മെഷീനകത്ത് പ്രിൻ്റായി വെളിയിലോട്ട് വരുന്ന ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വെളിയിൽ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു മെഷീൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഓരോ സൈസും മെറ്റീരിയൽ എല്ലാം നീളവും വീതിയും എല്ലാം ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പാക്ക് ചെയ്ത് അങ്ങോട്ട് വെക്കുന്നതായിരിക്കും. സാരിയുടെ കഥ ഇവിടെ നിന്ന് അവസാനിക്കുന്നില്ല. ഇവിടുന്ന് നേരെ പോകുന്നു മാർക്കറ്റിലേക്ക്, ഈ ലോകത്തിൻ്റെ വലിയ മാർക്കറ്റിലേക്ക്. അവിടെയാണ് ഇതിൻ്റെ സെയിൽ, അവിടെയാണ് ഇതിൻ്റെ വില പറയുന്നത്. ഈ സാരിയുടെ കഥ മാർക്കറ്റിൽ ചെന്ന് അവസാനിക്കുമ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം.